ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖായിരിക്കുന്നല്ലോ. അപ്പൊ ഇന്ന് ഇതുപോലൊരു കിളിക്കൂട് ചെയ്തെടുത്താലോ. നല്ല ഭംഗിയുള്ള ഈ കിളിക്കൂട് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ത്രെഡ് ഉണ്ടല്ലോ, ത്രെഡ് കംപ്ലീറ്റ് ആകുമ്പോൾ അതിനകത്തൊരു സംഭവം ഉണ്ടല്ലോ, അതിനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ കിളിക്കൂട് ചെയ്യുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതില്ലേ ത്രെഡ് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ സാധനമല്ലേ, ഇത് വെച്ചിട്ടാണ്, ഇതിന്റെ പേരെനിക്ക് അറിയത്തില്ല, അപ്പൊ ഈ സംഭവം വെച്ചിട്ടാണ് ഇന്ന് കിളിക്കൂട് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാനായിട്ട് ചെറിയ ഹാർഡാണ് എങ്കിലും ഇതുപോലെ എല്ലാ പീസസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എത്രയാണ് നമ്മൾ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ചെറിയ കിളിക്കൂടാണെങ്കിൽ കുറച്ച് മതി, വലിപ്പത്തിനായാലും കൂടുതൽ വേണം. അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ഒട്ടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ വലിപ്പം കൂടിയാലും കുറഞ്ഞാലും അതൊരു വിഷയമല്ല. ഇനിയിപ്പോ ഇതിനു വേണ്ടി ബലൂൺ വേണം. ഞാനിപ്പോ ചെറിയ ബലൂണാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഫെവിക്കോള്, അതുപോലെ ഫാബ്രിക് പെയിന്റ്. നമ്മൾ ഏത് കളറാണോ യൂസ് ചെയ്യാൻ പോകുന്നത് ആ കളർ, 2 കളർ വേണമെങ്കിൽ 2 കളർ വേണം. അപ്പൊ ഫാബ്രിക് പെയിന്റ്, അതുപോലെ തന്നെ പെയിന്റ് ചെയ്യാനായിട്ടുള്ള ബ്രഷ്, ഇത്ര ഐറ്റംസ് നമുക്ക് വേണം. നമ്മൾ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ത്രെഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ കംപ്ലീറ്റ് ആകുമ്പോൾ അതിന്റെ സംഭവങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നാൽ മതി. കുറെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഭംഗിയുള്ള നല്ല കിളിക്കൂടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിത് കുറെ ദിവസത്തെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരുന്നതാണേ. അപ്പൊ ഞാനൊരു ബലൂൺ എടുത്തിട്ടുണ്ട്, ചെറുതാണ്, അതിനൊന്ന് വീർപ്പിച്ച് ഇതുപോലെ വെച്ചു. ഇനി ഫെവിക്കോള് ഞാൻ ഈ ബോട്ടിലിൽ വരുന്ന ഈ ടൈപ്പാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഫെവിക്കോള് മാത്രമായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങത്തില്ല, ഉണങ്ങാനായിട്ട് ഇച്ചിരി ലേറ്റ് ആവും. അപ്പൊ ഞാനിവിടെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും. കാര്യം ഇത് ഒത്തിരി കട്ടിയാണ്, അപ്പൊ ഒന്ന് കട്ടി കുറച്ച് ചെയ്താൽ മതി, അപ്പൊ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ, നല്ല സിമ്പിൾ ആണ്. അതുപോലെ നമുക്ക് ഫ്രണ്ട് കിളിക്കൂടിനൊരു ഡോർ ഉണ്ടല്ലോ, ഓപ്പൺ സൈഡ്, ആ ഒരു റൗണ്ട് ഭാഗം നമ്മൾ മാറ്റി വിട്ടിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് മാറ്റിയ ശേഷം അതേ ആ റൗണ്ട് വഴി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ബാക്കി ചേർത്ത് ബാക്കിലോട്ട് അങ്ങ് ഒട്ടിച്ചു വിട്ടാൽ മതി. അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് ചേർത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാം, പക്ഷെ ചെയ്തെടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയാണേ. ഒട്ടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒത്തിരി ഗ്യാപ്പ് വിടാൻ പാടില്ല, ചേർത്ത് തന്നെ ഒട്ടിക്കണം. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പതാ നമ്മുടെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവാറായി. അപ്പൊ ഞാനിത് പരസ്പരം ഇതുപോലെ ഒന്ന് ചേർത്ത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുവാണേ. ഈ റൗണ്ട് കംപ്ലീറ്റ് ആയ ശേഷം ബാക്കി ഒട്ടിക്കാം. നല്ലപോലെ ഇതുപോലെ ചേർത്ത് വെക്കണം, ചേർത്ത് വെച്ചില്ലെങ്കിൽ ഷേപ്പ് ഇല്ലാതെ പോകും. ഇപ്പൊ കണ്ടില്ലേ, റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഇതിനകത്ത് ഒട്ടിക്കാൻ പാടില്ല, കാരണം അത് ഓപ്പൺ സൈഡാണ്, അത് ഡോറ് പോലെ വരുന്ന സൈഡാണ്. അപ്പൊ അകത്തൊട്ടിക്കാൻ പാടില്ല. ഇതിന്റെ ബാക്കിലോട്ട് കംപ്ലീറ്റും ഒട്ടിച്ചു വിടണം. കണ്ടില്ലേ, ഫ്രണ്ട് ഇതുപോലെ ഇരിക്കും, ഫ്രണ്ടിലോട്ട് ഒട്ടിക്കരുത്. ഇനി ഇതിനെ ഇതുപോലെ തന്നെ ഫുള്ളും ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചു വരുമ്പോ നമുക്ക് ഇതുപോലെ കിട്ടും, കണ്ടോ? ഇതുപോലെ ഫുള്ള് കവർ ചെയ്തെടുക്കണം. ഇതിപ്പോ ഒരു പകുതി ആയിട്ടില്ല. ഒട്ടിക്കുമ്പോ ചേർത്ത് തന്നെ ഒട്ടിക്കണം. ഒത്തിരി സ്പേസ് ഇടയ്ക്ക് വരാൻ പാടില്ല, എങ്കിൽ നമുക്ക് ബലൂൺ പൊട്ടി പോകുമ്പോൾ അത് ഷേപ്പ് കിട്ടത്തില്ല. കണ്ടില്ലേ, ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ എന്റെ ഭാഗം ബലൂൺ കെട്ടി നിർത്തിയല്ലോ, അതുവരെ ആയിട്ടുണ്ടേ. ഇനിയിപ്പോ ഈ കെട്ടിന്റെ അടുത്തൂടെ അതും കംപ്ലീറ്റ് ചെയ്യണം, കെട്ട് വരെയും കംപ്ലീറ്റ് ചെയ്യണം. കാര്യം അവിടെ ഒരു ഫിനിഷിങ് വരണമല്ലോ, അതിനുവേണ്ടി ഫുൾ ക്ലോസ് ചെയ്ത് തന്നെ എടുക്കണം. ലാസ്റ്റ് നമുക്ക് ബലൂൺ പൊട്ടിക്കുമ്പോൾ അത് ശരിയായിക്കോളും. ഇതുപോലെ അതിന്റെ എന്റെ ഭാഗത്തെല്ലാം ഒട്ടിച്ച് ഫുൾ ഇതുപോലെ കവർ ചെയ്യണം. കണ്ടില്ലേ, ഇപ്പം ബലൂൺ ഒട്ടും കാണുന്നില്ല, ആ കെട്ട് അവിടെ ഉണ്ട്, ബലൂൺ തീരെയും കാണുന്നില്ല, ഫുൾ കംപ്ലീറ്റ് ആയി. നല്ല സിമ്പിൾ അല്ലേ ഇത്? അപ്പൊ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാര്യം അവരുടെ കയ്യിൽ ഈ സംഭവം കിട്ടുമല്ലോ, സ്റ്റിച്ച് ചെയ്തിട്ട് ത്രെഡിന്റെ ഈ ബാക്കി നമ്മൾ വേസ്റ്റ് കളയുന്നതല്ലേ,
അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള കിളിക്കൂടൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാരും. ഇതിനുവേണ്ടി വലിയ പൈസ ചെലവൊന്നും ആവശ്യമില്ല. കുറച്ച് നമുക്ക് ഫെവിക്കോളും പെയിന്റും ഒക്കെ മതിയല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വലിയ ചെലവൊന്നും ഇല്ലാതെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടൊരു വെറൈറ്റി അല്ലേ. അതുകൊണ്ട് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഫുള്ളും ഒന്ന് ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത ശേഷം ഉണങ്ങാൻ വേണ്ടി 1-2 ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പൊ നല്ലപോലെ ഉണങ്ങി കിട്ടും. കണ്ടില്ലേ, ഇതിപ്പോ നല്ല ഭംഗിയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ആ ഫെവിക്കോളെല്ലാം നല്ലപോലെ ഉണങ്ങി നല്ല കംപ്ലീറ്റ് ആയി. നമുക്ക് തന്നെ ഈ ബലൂൺ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. ഒരു പിന്നെടുത്ത് ഒരു കുത്തു കൊടുത്താൽ മതി. ഞാൻ ഈ ബലൂണും ഈ പിന്നൊക്കെ പിടിച്ചിട്ടിരിക്കുമ്പോ എന്റെ ചുറ്റിലിരുന്നവരൊക്കെ ചിരിക്കുവാണ് കേട്ടോ. അതാണ് ഞാൻ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കുത്തു കൊടുക്കാം. കണ്ടോ, ബലൂണ് പൊട്ടി അകത്ത് പോയി. അപ്പൊ നമുക്കിത് നല്ല ഭംഗിയായിട്ട് കിളിക്കൂട് ഇതുപോലെ കിട്ടും. നമുക്കിനി ബലൂണ് നോക്കാം. ബലൂൺ അതിനകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്, അതിനെ ഇളക്കി എടുത്താൽ മതി. ഈ കെട്ടിട്ട പോർഷനിൽ അവിടെ ഒട്ടിയിരിക്കുവാണേ, അവിടെ കൂടെ ഒന്ന് വലിച്ചെടുക്കാം. നല്ല ഉണങ്ങിയിരിക്കുന്ന കാരണം കിളിക്കൂട് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു കുത്തു കൊടുത്ത് നമുക്ക് ബലൂൺ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പൊ ബലൂൺ നമുക്ക് ഇതുപോലെ കിട്ടും. നമ്മളെ പൊട്ടിച്ചുവിട്ട ബലൂണാണ്. ബലൂണിങ് പോലും കിളിക്കൂട് അതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്കിനി എങ്ങനെ വേണം അതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയുള്ള കിളിക്കൂടായില്ലേ. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള പെയിന്റ് കൊടുത്തിട്ട് ഇഷ്ടമുള്ള പോലെ കിളികളോ എന്ത് വേണോ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയാൽ മതി. അപ്പൊ ഫസ്റ്റ് ഇതിനെ നമുക്ക് പെയിന്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ബ്രൗൺ പെയിന്റ് ആണ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ഓറഞ്ച് കളർ. ഇപ്പൊ ഞാനിവിടെ ബ്രൗൺ ആണ് കൊടുക്കുന്നത്. അപ്പൊ ബ്രൗൺ കളർ കിട്ടാത്ത കാരണം ഞാൻ റെഡിന്റെ കൂടെ ബ്ലാക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് ബ്രൗൺ ആക്കുവാണേ. ഈ റെഡും ബ്ലാക്കും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ബ്രൗൺ ആവും. അതിനെ ഞാൻ ഇതിലോട്ടൊന്ന് അപ്ലൈ ചെയ്യുവാണ്. ഇതുപോലെ ഫുള്ളൊന്ന് പെയിന്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഓരോ ഹോളിനകത്തും പുറത്തും എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് നല്ലപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ള് ഞാനിപ്പോ സിംഗിൾ കളറാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോ ഡബിൾ കളർ വേണമെങ്കിൽ നമുക്ക് ഡബിൾ കളർ കൊടുക്കാം. ഹോളിനകത്തൊരു കളർ പുറത്തൊരു കളർ, അങ്ങനെ ഡബിൾ കളർ വേണമെങ്കിൽ കൊടുക്കാം. ഫുള്ളും ഒരു കളർ മതിയെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോ ബ്രൗൺ കളറിൽ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുവാണേ. കണ്ടോ, നമ്മുടെ ഈ കിളിക്കൂടുത പെയിന്റിങ് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇതുപോലെ കിട്ടും. ഇതിന് നമുക്ക് എന്താണോ ഇഷ്ടം, കിളിയൊക്കെ എവിടെ വയ്ക്കണം, എങ്ങനെ വയ്ക്കണം, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് കണ്ടോ ഒരു കിളിയാണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അതിനെ ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഞാനപ്പോ ഇതിന്റെ ഒരു ഹോളിലൂടെ ഇതിന്റെ കാലിലൊരു വയറുണ്ട്, അതിനെ ഞാൻ ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുവാണ്. അങ്ങനെ ഇവിടെ ഫിക്സ് ചെയ്യുവാണേ. ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഇതുപോലെ കുറച്ച് ചകിരി എടുത്ത് അതും കൂടെ അതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ചകിരി കൂടെ വെച്ച് ഒന്ന് മുട്ട ഉണ്ടല്ലോ, മുട്ടയ്ക്ക് പകരം നമ്മുടെ തെർമോകോൾ ബോൾസ്, വൈറ്റ് കളർ ബോൾസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ചകിരി നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം കണ്ടോ, ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇനി ബോൾസ് ഇട്ട് കൊടുക്കാം. നമുക്ക് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. ഇതുപോലെ കണ്ടോ, ഇതുപോലത്തെ ബോൾസ് ആണ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ വൈറ്റ് ബോൾസ് ഇടുമ്പോൾ നമുക്കൊരു ഒറിജിനാലിറ്റി കിട്ടും. ഒറിജിനൽ മുട്ടയാണ് നമുക്ക് തോന്നും. ആ രീതിക്ക് കിളിയും ഇതുപോലെ മുട്ടയും എല്ലാം സെറ്റ് ചെയ്ത് ഈ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ കൂട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്ത് നിർത്താം. അല്ല അടിയിൽ എന്തെങ്കിലും റൗണ്ട് കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ
ഇതുപോലെ സ്റ്റാൻഡ് ചെയ്ത് നിർത്താം. കണ്ടോ, ഇത് സ്റ്റാൻഡ് ചെയ്തതാണ്. ഇത് നേരത്തെ ഞാൻ ചെയ്തതാണ്. ഇത് ഡബിൾ കളറിലാണ് ചെയ്തിരിക്കുന്നത്. അകത്തൊരു ബ്ലൂവും പുറത്ത് ഓറഞ്ചും ആയിട്ട് ഡബിൾ കളറിലോ സിംഗിൾ കളർ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഹാങ് ചെയ്യാനോ ഇതുപോലെ തന്നെ സ്റ്റാൻഡ് ചെയ്യാനോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പൊ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കിളിക്കൂട് ഇവിടെ കംപ്ലീറ്റ് ആയി. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.